നമ്മളൊക്കെ കല്യാണത്തിന്റെ തലേന്ന് വാങ്ങി എന്താ വെച്ചാല് നമ്മള് ടോയ്ക്കാറില്ലേ, ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്ന ടോയ്ക്കാറ്, ലൈറ്റ് കത്തും, പിന്നെ ബാക്കോട്ട് ഇതാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ റേസിംഗ് സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ തലേന്ന് പബ്ലൊക്കെ കല്യാണത്തിനേക്കെന്ന് പറഞ്ഞ് വാങ്ങിയത് ഈ ഒരു കാറാണ്. അപ്പൊ അമ്മ സങ്കടത്തോട് കൂടി പപ്പയോട് പറയാം, കല്യാണം കഴിക്കാൻ പ്രായമായില്ലട്ടോ. അതോടെ ഇക്ക വാങ്ങി എന്താ വെച്ചാല് വേൾഡ് കപ്പ് റൂമിൽ വെക്കാൻ വേണ്ടി. ബ്രദറിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണ്. എന്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടേ ചെയ്യും. രണ്ടാളും തമ്മിൽ സീക്രറ്റ്സ് ഒന്നുമില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഞങ്ങളൊരു ഫ്രണ്ട്സിനൊപ്പം എന്ത് ഓപ്പണായിട്ട് സംസാരിച്ചിങ്ങാണ്ട് എപ്പോഴും കാര്യങ്ങളൊക്കെ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും ഡിസ്കസ് ചെയ്തിങ്ങാണ്ട് നടക്കുന്നൊരു ടൈപ്പിലാണ്. എല്ലാത്തിനും സപ്പോർട്ടാണ്, അതാണ് മെയിൻ. ഇക്കാണ് സപ്പോർട്ട് പബ്ലിയുടെ. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. ഗെറ്റിംഗ് മാരീഡ് ടുഗദർ, അതും ഇറ്റ്സ് കൈൻഡ് ഓഫ് എ തിങ്. MMO കോളേജിലെ സെക്കൻഡ് ഇയറിൽ അത് പറ്റിപ്പോയി. അത് സംഭവിച്ചു. ഐ ലവ് യു ആയി. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ അവന് ഒരേ നിർബന്ധം, എന്നെ തന്നെ കല്യാണം കഴിക്കണം. പാവല്ലേ, ഞാൻ വിട്ടുകൊടുത്തേച്ചു. ഏതൊരാൾക്കും ആഗ്രഹിക്കുന്നു. ആ പിന്നെ പോലെ ഒരു കുട്ടിനെ കിട്ടണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കും. അതുപോലെ തന്നെ അവിടെ നടന്നുള്ളൂ. ആദ്യം തന്നെ ആളെ കണ്ടത് വീഡിയോ കോൾ വഴിയായിരുന്നു. നമുക്ക് അവിടെ ഞാൻ വർക്കിൻ്റെ ഒരു സ്ട്രിക്ട് ഷെഡ്യൂൾ കാരണം ഫസ്റ്റ് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ കോൾ ഷെഡ്യൂൾ ചെയ്താണ് നമ്മൾ സംസാരിച്ചത് ഫസ്റ്റ് ടൈം. കുറെ കാലമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കല്യാണം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആൻഡ് ഐ കുഡന്റ് ബി മോർ ഹാപ്പിയർ ഫോർ ഇക്ക, കുഞ്ഞിക്ക, ഹനിനത്ത ആൻഡ് ഫിദത്ത. സിസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ രണ്ട് നാത്തൂന്മാരെ സ്വീകരിക്കാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഭയങ്കര ആക്റ്റീവാണ് കുട്ടി, ഭയങ്കര ആക്റ്റീവ്, എല്ലാത്തിലും കയറി ഇടപെട്ടും കണ്ട്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് കുറച്ച് നാളിലെ പരിചയമല്ലോ, എന്നാലും എല്ലാവരും സ്വന്തം മോളെ പോലെ ഭയങ്കര ആക്റ്റീവാണ് ആൾ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി. ആൾ വളരെ ഡൗൺ ടു എർത്ത് ആണ്. അപ്പം നമുക്ക് ഒരുമിച്ച് വളരാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി ഹൈ. ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം രണ്ടുപേരും ഒരേ ഒരു വേവ് ലെങ്ത് ആണ്. സോ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഹനിനത്ത, ഫിദത്ത, വെൽക്കം ടു ദ ഫാമിലി. യു ഹാവ് ഓൾറെഡി മെയ്ഡ് ഇറ്റ് ബെറ്റർ ബൈ ജസ്റ്റ് ബീയിങ് ഹിയർ. ഇവിടെ ഇറ്റലിയിൽ ഒരു ചൊല്ലുണ്ട്, ദോവിച്ച് അമോരെ ചെവിത, വേർ ദർ ഇസ് ലവ് ദർ ഇസ് ലൈഫ്. ചിയേഴ്സ് ടു എ ലൈഫ് ടൈം ഓഫ് ജോയ്, ലാഫ്റ്റർ ആൻഡ് ലവ്. അപ്പോൾ രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ചായതുകൊണ്ട് ആ 2 ദിവസത്തിൽ ഒരു 2 വ്യൂ, അതായത് ഒന്ന് ബ്രദർ ഗെറ്റിംഗ് മാരീഡ് ഫ്രം ദി സ്റ്റേജ്, അപ്പോൾ അവിടെ നിന്ന് ഓഡിയൻസ് ആയിട്ടുള്ള ആ ഒരു വ്യൂ, ആ ഒരു ഫീലിംഗ്. നെക്സ്റ്റ് ഡേ അതൊരു വൈസ് വേഴ്സ ഫീലിങ്ങിലേക്ക് പോകുമ്പോൾ ദാറ്റ്സ് എൻറ്റയർലി ഒരു ആക്ച്വലി ഒരു 1-2 ഇയറിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു മൊമെൻറ്റ് 24 hours ഫീൽ ചെയ്യാൻ പറ്റി. ആ ഒരു ഫീലിംഗ് വാസ് റിയലി നൈസ്. അപ്പൊ എൻ്റെ 2 ബ്രദേഴ്സിനും വിഷയം ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ അവരെയും മാരേജ് കഴിഞ്ഞു, അവർക്കും ഓൾ ദ ബെസ്റ്റ്. 2 ബ്രദേഴ്സും ഹാപ്പി മാരീഡ് ലൈഫ്. Quiero pistear con mis compas, tragando una michelada. Déjale la privada hasta las 6 de la mañana. Quiero pistear con mis compas, tragando una michelada. Que me jale la privada, 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 que me jale la privada.
കല്യാണം കഴിഞ്ഞു കഴിച്ചു ഓക്കെ